ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു റെവിറ്റ് ബിം സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ പഠിച്ചത്. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ റെവിറ്റിന്റെ ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അതിന്റെ ഇന്റർഫേസ് എങ്ങനെയാണ്, അതിന്റെ ഓരോ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നാണ്. ഇനി നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, അതായത് നമുക്ക് ഒരു പ്രൊജക്ട് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് അത്യാവശ്യമാണ്. ഒരു കോമൺ ടൂൾസ് ആണ്, അത് എല്ലാ ബ്രാഞ്ചസിലും യൂസ് ചെയ്യുന്നതാണ്. സ്ട്രക്ചറൽ, ആർക്കിടെക്ചർ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതിലെല്ലാത്തിലും ഇത് യൂസ് ചെയ്യുന്നതാണ്. മോഡിഫൈഡ് ഇതിലുള്ളതാണ്. മോഡിഫൈഡ് ടാബിലുള്ള ഇത്രയും ടൂൾസ് ഉണ്ട്. ഇതിൽ മിക്കതും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം ഓട്ടോക്യാഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണ്. ഇതിൽ ഓട്ടോക്യാഡിലെ പോലെ അലൈൻ, മൂവ്, കോപ്പി അതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഓട്ടോക്യാഡിൽ നമ്മൾ മെയിൻലി 2D ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളത് അറേഞ്ച് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും ട്രിം ചെയ്യുന്നതെല്ലാം. ഇത് നമുക്ക് 3D നമുക്ക് മൂവ് ചെയ്യാനും കോപ്പി ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ക്യാഡിന്റെയും റെവിറ്റിന്റെയും ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് സിമിലാരിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടും ഡ്രാഫ്റ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് റെവിറ്റിൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യാം, പ്ലസ് 2D നമുക്ക് 2Dയും കിട്ടും 3Dയും കിട്ടും. 2D ഔട്ട്പുട്ടും കിട്ടും 3D ഔട്ട്പുട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ഡ്രാഫ്റ്റിങ്ങിനും മോഡലിങ്ങിനും കൂടി യൂസ് ചെയ്യുന്നതാണ് റെവിറ്റ് എന്നത്. ഓട്ടോക്യാഡ് 3D ഉണ്ട്, അത് പക്ഷെ കുറച്ചും കൂടെ മോഡലിങ്ങിനെക്കാളും കുറച്ചും കൂടി സിംപിളർ ആയിട്ട് നമുക്ക് വിഷ്വലൈസേഷൻ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റെവിറ്റ് സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതില് ക്യാഡിന്റെയും റെവിറ്റിന്റെയും ഇതില് നമുക്ക് വോൾ, ഇപ്പോൾ ക്യാഡിൽ നമ്മൾ വോൾ വരയ്ക്കുന്നത് എങ്ങനെ, ലൈൻസ് വെച്ചിട്ട് വരച്ചിട്ട് ഓഫ്സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാഡില്, അല്ലെങ്കിൽ മൾട്ടി ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാഡിൽ ഒരു വാളോ അല്ലെങ്കിൽ ഒരു ബീമോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്നത്. ഇതിലെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ വാൾ കമാൻഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ പോലെ ഒറ്റ പ്രാവശ്യം വരച്ചാൽ അത് വാളിന്റെ പെർട്ടിക്കുലർ തിക്നെസ്സിൽ നമ്മൾ ആ വാളിന് എത്ര തിക്നെസ് ആണോ അസൈൻ ചെയ്തിട്ടുള്ളത് ആ തിക്നെസ്സിൽ അത് വരച്ചു വരും. ഓക്കെ, അത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് ഓഫ് സെറ്റ് ചെയ്യുക ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വരച്ചു വരും. പ്ലസ് അതിന്റെ 3D തന്നെ പാരലി ജനറേറ്റ് ആവും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോജക്ട് ബ്രൗസർ അതിലെ ഉള്ളിൽ എന്തൊക്കെയാണെന്നും പ്രോപ്പർട്ടീസിൽ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്യണം, ദെൻ ലെവല് സെറ്റ് ചെയ്യണം. എത്ര ലെവൽസ് ആണ് ആ ബിൽഡിങ്ങിനുള്ളത് അത് സെറ്റ് ചെയ്യുക. പുതിയ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്തു, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പുതിയ ലെവൽസ് ആഡ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എലിവേഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ലെവല് ആഡ് ചെയ്യുന്നത് എലിവേഷനിൽ ചെന്നിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെവൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇപ്പൊ 3 മീറ്റർ, ഇപ്പം ഞാൻ ഫസ്റ്റ് യൂണിറ്റ് മീറ്ററിലാക്കുകയാണ്, ലെങ്ത് മാത്രം മാറ്റിയാൽ മതി. നമുക്ക് പ്രിസിഷൻ കൊടുക്കണമെങ്കിൽ പ്രിസിഷൻ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലെവൽ ക്രിയേറ്റ് ചെയ്യാം. ലെവൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ MME തന്നെയാണ് എന്റെ പ്രോജക്റ്റ് വർക്ക് ചെയ്യുക, അതിൽ തന്നെ ഒന്നും ചെയ്യാനില്ല, അതിൽ തന്നെ വർക്ക് ചെയ്യാം. ഇപ്പൊ എനിക്ക് 3 മീറ്റർ ആണ് ഒരു റൂമിന്റെ ഹൈറ്റ് എന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ലെവലിന്റെ ഹൈറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ലെവല് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ റെഫറൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. ലെവലിന്റെ പേര് മാറ്റുന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം പിന്നെ ഇതിന്റെ വ്യൂ ശരിയാക്കുന്നത്, അതായത് 2 ലെവലോ പേര് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നേരെ തിരിച്ച് പഴയ ഇതിൽ സ്റ്റേജിൽ എത്തണമെങ്കിൽ ഇതിന് ക്ലിക്ക് ചെയ്തതിന് ഈ ഒരു നടുക്കത്തെ ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നേരെ കൊടുത്താൽ പഴയ പോലെ വന്നോളും. ഓക്കെ, പിന്നെ പേര് റീനെയിം ചെയ്യുന്നതും എല്ലാം ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇനി ലെവലിന്റെ ഹൈറ്റ് മാറ്റുന്നത് എങ്ങനെയാ? ഏതെങ്കിലും ഒരു ലെവൽ 2 ലെവലില് ഏതെങ്കിലും ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക. 3 മീറ്റർ ആണ് കൊടുക്കണമെങ്കിൽ അതവിടെ എൻ്റർ ചെയ്യാത്ത ഈ പേരിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ നമ്പർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പിന്നെ അടുത്ത ലെവൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് കീ ആയിട്ട് എന്താ LL കമാൻഡ് എടുക്കുക, പിക്ക് ലൈൻ എടുക്കുക, അതിന്റെ ഓഫ്സെറ്റ്, അതായത് എത്ര ഹൈറ്റിലാണ് അടുത്ത ലെവൽ വരേണ്ടത്. വീണ്ടും 3 മീറ്റർ ആണെങ്കിൽ 3 മീറ്റർ കൊടുക്കാം. പിന്നെ അടുത്ത ലെവൽ എത്രയാണ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പോകാം ഈ സെയിം ഡിസ്റ്റൻസിൽ. ഇനി ഡിസ്റ്റൻസ് മാറ്റണം, ഇപ്പൊ ഹെഡ് റൂം ഡിസ്റ്റൻസ് 2.5 ആണെങ്കിൽ 2.5 കൊടുത്തിട്ട് ഇവിടെ നമുക്ക്
ക്രിയേറ്റ് ചെയ്യുമ്പോൾ താഴെയും ക്രിയേറ്റ് ചെയ്യാം, മേളിലും ക്രിയേറ്റ് ചെയ്യാം. മൈനസ് പ്ലസ് അങ്ങനെ ഇതിലില്ല. ഇതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കും. അപ്പൊ മേളില് ഇങ്ങനെ വിസിബിൾ ആകുമ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് താഴെ വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഓക്കെ. പിന്നെ താഴെ പ്ലിന്ത് ഹൈറ്റ് ഒരു 0.45 മീറ്റർ ഹൈറ്റിലാണെങ്കിൽ അത് ഇങ്ങോട്ട് വരും. അത് -11, കാരണം ബൈ ഡിഫോൾട്ട് ലെവൽ 1 and 2 0യും പിന്നെ ലെവൽ 1ന് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഏറ്റവും ലെവലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ആയിട്ട് നമ്മൾ 0.45 മാത്രമേ എൻ്റർ ചെയ്തുള്ളൂ. അത് 0ക്ക് താഴെ വന്നത് കൊണ്ടാണ് ആ 0യിൽ നിന്ന് -0.5 അങ്ങനെ ആ ഒരു റെഫറൻസ് ആണ് ഇവിടെ വന്നത്. അപ്പൊ ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു, ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ലൈൻ ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ അതിന് അഡ്ജസ്റ്റ് ആകും. അല്ലെങ്കിൽ എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഇത് ഓവർലാപ്പ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കെയില്, വ്യൂ സ്കെയില്, പെർട്ടിക്കുലർ ഈ വ്യൂവിൽ മാത്രം സ്കെയില് മാറുള്ളൂ. അടുത്ത വ്യൂവിൽ അതിന്റെ സ്കെയിലായിരിക്കും, നമ്മൾ അതിൽ ചെന്ന് മാറ്റിയാൽ അത് മാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ സ്കെയില് മാറ്റുന്നതിൽ ആ പെർട്ടിക്കുലർ വ്യൂവിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വീണ്ടും ഒരു ലെവല് താഴത്തോട്ട്, ഇപ്പൊ ഒരു പയലിന്റെ ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ബേസ് അല്ലെങ്കിൽ ഒരു ബേസ്മെന്റ് ഫ്ലോർ തന്നെ. അപ്പം നമുക്ക് ഇത് ശരിയാക്കാം. ഇത് തന്നെ എത്രയാ, ബേസ്മെന്റ് ഫ്ലോർ ഹൈറ്റ് ഒരു 3യോ 2ഓ അങ്ങനെ കൊടുക്കാം. അപ്പൊ അത് -3യിൽ വരും, 0ൽ നിന്ന് -3. ഇനി അടുത്ത ആ ബേസ്മെന്റിന് ഒരു ഗ്രൗണ്ട് ലെവൽ സർഫസ് കൊടുക്കണമെങ്കിൽ അതും വീണ്ടും LL ക്ലിക്ക് ചെയ്യുക. ഓഫ്സെറ്റ് ഒരു പിക്ക് ലൈൻസ് എടുക്കാം. 2 മെത്തേഡ് ഞാൻ ഇതിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതായിരിക്കും കൂടുതൽ എളുപ്പം, തന്നെ ഇങ്ങനെ വരയ്ക്കണമെന്ന് പകരം. ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഫ്രം ഏതാണ് റെഫറൻസ് ലെവൽ സെലക്ട് ചെയ്യുന്നത് അതിനാണ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് പറയുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ 0യിൽ നിന്ന് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് പറയാം. അതായത് 3 + 0.45 3.45 എന്ന് പറഞ്ഞിട്ട് ഇതിന് റെഫറൻസ് പറയാം. അല്ലെങ്കിൽ ഇവിടെ ഒരു 0.45 കൂടെ ആഡ് ചെയ്താൽ അതിന് റെഫറൻസും പറയാം. അപ്പം 3.45 വെച്ചിട്ട് നമുക്ക് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അത് ഇവിടെ വെച്ച് ഇവിടെ നിന്ന് ഇവിടം വരെയാണ് 3.45 വരുന്നത്. ഓക്കെ. എന്നിട്ട് അതിന് ഇവിടെ വ്യൂവും കറക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗ്രിഡും ക്രിയേറ്റ് ചെയ്യുന്നതും സെയിം പോലെ ലെവൽ പോലെ പിക്ക് ലൈൻസ്. ഫസ്റ്റ് നമ്മളൊരു ജസ്റ്റ് ഒന്നും വേറെ ഗ്രിഡ് വരയ്ക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഗ്രിഡ് നമുക്ക് എലിവേഷൻസിലും വരയ്ക്കാം, ഫ്ലോർ പ്ലാനിലും വരയ്ക്കാം. ലെവൽസ് നമുക്ക് എലിവേഷനിൽ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഫ്ലോർ പ്ലാനിലെ എലിവേഷൻ ലെവൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത്രയും എലിവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഫ്ലോർ പ്ലാനും ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നത്. ഓക്കെ, ഇനി അടുത്ത ഗ്രിഡ് വരയ്ക്കാനായിട്ട് ജസ്റ്റ് ഒരു റെഫറൻസ് ഗ്രിഡ്, ഒരു സ്റ്റാർട്ടിംഗ് ഗ്രിഡ് വേണമല്ലോ നമുക്ക് ഒരു ഇത് വരയ്ക്കാനായിട്ട്. അപ്പൊ അതിന് പിക്ക് ലൈൻസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രിഡ് കൊടുക്കാം. നമ്മൾ ലെവലിൽ എടുത്ത പോലെ ഗ്രിഡ് ഡിസ്റ്റൻസ് 3 മീറ്റർ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തു പോവാം. ഓക്കെ, ഇതൊക്കെ 2D ആയിരിക്കും. 3Dയിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. 3Dയിൽ ഇതൊന്നും ഇല്ല, ജസ്റ്റ് ലെവൽസ് മാത്രം. അത് വേണമെങ്കിൽ ഇത് 2D ലൈനാണ്. ഇത് മോഡലായിട്ട് ഒരു ബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തൊക്കെ ഇടാം. ഓക്കെ, ഓഫ് ചെയ്തതിന് VG ചെന്നിട്ട് VG വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഷോർട്ട് കീ ആണ് കീബോർഡിൽ VGയിൽ അനോട്ടേഷൻ കാറ്റഗറി, അനോട്ടേഷൻ മോഡൽ കാറ്റഗറി ഉണ്ട്, അനോട്ടേഷൻ കാറ്റഗറി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു 3D എലമെന്റ് ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഹൈഡിലും വേറെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇത്, പിന്നെ വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. മോഡൽ കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ 3D ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡോർ, കോളം, അങ്ങനെ ഫർണിച്ചർ, അതൊക്കെ ഹൈഡ് ചെയ്യാൻ, തൽക്കാലം ഹൈഡ് ചെയ്യാൻ, നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഹൈഡ് ചെയ്യാനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ വ്യൂവിന്, ഓരോ വ്യൂവിനും ഓരോ VG ആണ്. ആ പെർട്ടിക്കുലർ വ്യൂവിന് ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് മോഡൽ കാറ്റഗറീസ് 3D ഹൈഡ് ചെയ്യാൻ. അനോട്ടേഷൻ കാറ്റഗറി എന്ന് പറയുമ്പോൾ 2D ആയിട്ടുള്ളത്, നമ്മൾ ലൈൻസ്, ഗ്രിഡ്സ്, ലെവൽസ്, അതിന് വരച്ചതൊക്കെ 3D ഇല്ലാത്ത കാര്യങ്ങളൊക്കെ, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ അനോട്ടേഷൻ. ടാഗ്, റൂം ടാഗ്, അതൊക്കെ 3D ആയിരിക്കില്ല, അത് നമുക്ക് ഡീറ്റെയിലിംഗ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മൾട്ടി ലീഡേഴ്സ്, അങ്ങനെ കുറെ ഇതിൽ കുറെ നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പൊ ഇതിൽ എനിക്ക് ലെവൽസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ 3D വ്യൂവിൽ ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ 3D വ്യൂവിലാണ് നിൽക്കുന്നത്. അപ്പം അത് ഓഫ് ചെയ്യാനായിട്ട് ലെവൽസ് സെലക്ട് ചെയ്യാം. ലെവൽസ് ഇവിടെ ഉണ്ട്, ഓൺ ആണ്. അത് ഓഫ് ചെയ്തിടുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ അപ്ലൈ ഓക്കെ കൊടുക്കുക. അത് പോയി. 3Dയിൽ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. അതോ VG ചെന്നിട്ട് തിരിച്ച് ഓൺ ചെയ്താൽ മതി. അനോട്ടേഷൻ കാറ്റഗറിയിൽ ലെവൽസ് ഓൺ ചെയ്താലും മതി.
അപ്ലൈ. ഓക്കെ, തിരിച്ചു വന്നു. ഓക്കെ, അത് നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ഓപ്ഷൻ വെച്ചേക്കാണ്. അപ്പൊ ഞാൻ ഇതിൽ ഓഫ് ചെയ്യാണ്. ഇതില് നോക്കി ലെവൽ തപ്പിയാൽ കിട്ടില്ല, കാരണം ഇത് 3D കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കണം. ചിലർ ഇവിടെ ശ്രദ്ധിക്കില്ല. ഇവിടെ മീൻസ് ഇവിടെ നോക്കിയിട്ട് അത് കാണുന്നില്ല എന്ന് പറയാം. അത് ഇവിടെ നോക്കണം. ഓരോ കാറ്റഗറി വൈസ് ആണ് അത് ഒരു ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രിഡ് വേണമെങ്കിൽ അത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വ്യൂല് 3D ഗ്രിഡ് കാണില്ല. അത് 3D അല്ല, നമുക്കത് റെഫറൻസിന് വേണ്ടി വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇപ്പൊ ഒരു വോള് 3 മീറ്റർ സ്പാനിലുള്ള ഒരു വോള് വരയ്ക്കാനൊക്കെ ആയിട്ട് അത് നമുക്ക് ഫ്ലോർ പ്ലാനിൽ ചെന്നിട്ട് വേണമെങ്കിൽ ഗ്രിഡ് ആഡ് ചെയ്യാം. ഫ്ലോർ പ്ലാനിൽ വന്നിട്ടുണ്ടാവും ഒരു 3 മീറ്റർ സ്പാനിൽ വോൾ എടുക്കുന്നത് ആർക്കിടെക്ചറിൽ വോൾ ആർക്കിടെക്ചറിൽ എടുക്കാം. ഡ്രോപ്പ് ഡൗൺ ചെയ്യും, വോൾ ആർക്കിടെക്ചർ കിട്ടും. അതിൽ നമുക്ക് പല രീതിയിൽ വോൾ വരയ്ക്കാം. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ വോളിന്റെ തിക്നെസ്, ഇതിപ്പം ഈ വോളിന്റെ തിക്നെസ് ബൈ ഡിഫോൾട്ട് 200 mm ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർ ചെയ്തെടുക്കാം. ഇത് സെന്റർ ലൈൻ ആണ് അതിനിടയ്ക്ക് കാണിച്ചത്. 0.2 ഈ ഒരു വോള് നിൽക്കുന്നത്. ഈ ഡിസ്റ്റൻസ് കറക്റ്റ് എനിക്ക് 3 മീറ്റർ ഉണ്ട്, കാരണം ആ ഗ്രിഡ് ഡിസ്റ്റൻസ് ആണ് 3 മീറ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ഗ്രിഡ് യൂസ് ചെയ്യുന്നത്, യൂണിഫോം സ്പേസിങ് അല്ലെങ്കിൽ അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വോള് നമുക്ക് വേറെ രീതിയിലും വരയ്ക്കാം. വോൾ ആർക്കിടെക്ചറിൽ തന്നെ ലൈൻ പോലെ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് 3 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ആ റൂമിന്റെ ഇൻസൈഡ് ഡയമെൻഷൻ എന്താണ് ഉള്ളത്. ഇപ്പൊ വോൾ എടുക്കും, ഞാൻ ഡയമെൻഷൻ എടുക്കുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് ഇപ്പൊ വോളിങ്ങിന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് സെന്റർ ടു സെന്റർ ആണ് നിൽക്കുന്നത്. അതിൽ എനിക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാനായിട്ട് വോൾ സെന്റർ ലൈൻ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഇപ്പൊ ബൈ ഡിഫോൾട്ട് സെന്റർ ലൈനിലാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അല്ല, എനിക്ക് സെന്റർ ലൈൻ വേണ്ട, ഫേസ് ആണ് വേണ്ടത്. വാൾ ഫേസ് ആണ് വേണമെങ്കിൽ അത് അവിടെ അങ്ങനെ അത് ചെക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാൾ ഫേസ് ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ ഗ്രിഡ് ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്താലേ ഗ്രിഡ് മൂവ് ചെയ്യുള്ളൂ. ഇനി ലോക്ക് ഓപ്ഷൻ അൺലോക്ക് ഓപ്ഷൻ തന്നാൽ അത് ഗ്രിഡ് മൂവ് ചെയ്യുള്ളൂ. എന്നിട്ട് അതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കറക്റ്റ് 3 മീറ്റർ തന്നെ വേണമെങ്കിൽ 3 + 0.2 ചെയ്താൽ 3.2 എടുത്താൽ നമുക്ക് അത് ആ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ 3 മീറ്റർ ഇതിലാണ് നിൽക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്ത് അങ്ങോട്ടേക്ക് ആ ഒരു സെന്ററിൽ പിക്ക് ചെയ്ത് വെക്കാം. അപ്പം ഈ ഒരു റൂം സൈസ് 3.2 അങ്ങനെ വരും, 3 മീറ്റർ വരും. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് 3.2. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ വഴിയെ പഠിക്കാം. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഞാൻ പറഞ്ഞു ഒരു 2D വരച്ചിട്ടുണ്ടെങ്കിൽ 3D കറസ്പോണ്ടിങ് ജനറേറ്റ് ആയി കഴിഞ്ഞു. ഇതിപ്പോ ഫ്ലോർ പ്ലാനിൽ നിന്നിട്ടാണ് ഞാൻ ഇത്ര വരച്ചത്. ഇനി അവിടെ ചെന്നിട്ട് 3D ചെല്ലുമ്പോൾ നമ്മൾ വരച്ചത് ഇവിടെ കാണാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഷിഫ്റ്റ് പ്ലസ് മൗസ് വീലിന്റെ ആ ഒരു ടാബ് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വ്യൂ പോർട്ടിൽ ചെന്നിട്ട് കറക്റ്റ് വ്യൂ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ വോൾ ഹൈറ്റ് ഇപ്പം കറക്റ്റ് അല്ല, അതായത് എനിക്ക് 3 മീറ്റർ, അതായത് ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു എലിവേഷനിൽ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ വോൾ ഹൈറ്റ് എത്രയാ, കൂടുതലാണ്. ഒരു അൺകണക്റ്റഡ് ഹൈറ്റ് ആയിട്ടാണ്. ഒരു വോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് കാണിച്ചാൽ അതിന്റെ അൺകണക്റ്റഡ് ഹൈറ്റ്, അതായത് നമ്മൾ ഹൈറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് ലെവൽ 1 to ലെവൽ 2 വരെ മതി, അതായത് 3 മീറ്റർ ഹൈറ്റിലുള്ള വോൾസ് ഇവിടെ മതിയെങ്കിൽ നമ്മൾ ലെവൽ ചെന്നിട്ട് നമ്മൾ ഈ വോൾ സെലക്ട് ചെയ്ത് അത് മാത്രമേ മാറുള്ളൂ. എലിവേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വോള് സെലക്ട് ചെയ്താൽ നമ്മൾ കാണുന്ന ആ ഒരു ഫേസിന്റെ വോള് മാത്രമേ അതിന്റെ ഹൈറ്റ് മാത്രമേ അഡ്ജസ്റ്റ് ആവുള്ളൂ. അതായത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഒരു വോള് സെലക്ട് ചെയ്തു, ഒരു വോള് സെലക്ട് ചെയ്തു, അതിന്റെ ഹൈറ്റ് ഞാൻ ലെവൽ 1 ബേസ് കൺസ്ട്രെയിൻ, ആ വോളിന്റെ ബേസ് എവിടെയാ വരണ്ടേ, ലെവൽ 1. ടോപ്പ് കൺസ്ട്രെയിൻ ലെവൽ 2 കൊടുക്കുക, അപ്ലൈ. അപ്പം അവിടെ മാറി. അതെങ്ങനെ എന്നിട്ട് ഇവിടെ വീണ്ടും പുറകെ കാണുന്നുണ്ട്, കാരണം അതിന്റെ അടുത്ത ഫേസിലുള്ള വോളാണ്.
അതെന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് ഹൈറ്റ് ആണ് നമ്മൾ കറക്റ്റ് ആക്കി കൊടുത്തത് 3 മീറ്റർ. ഇത് അൺകണക്റ്റഡ് ഹൈറ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഹൈറ്റ് ശരിയാക്കുമ്പോൾ എപ്പോഴും 3D ചെന്നിട്ട് എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് സെയിം പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുള്ളൂ. ലെവൽ 1 ടു ലെവൽ 2 വെച്ചിട്ട് ഹൈറ്റ് കറക്റ്റ് ചെയ്താൽ ജസ്റ്റ് കഴിഞ്ഞു. ഇത് മെറ്റീരിയലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പെയിന്റും അങ്ങനെ മെറ്റീരിയൽ ബ്രിക്ക് വാൾ ബ്ലോക്ക് അതെല്ലാം നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും, മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഹലോ ഹലോ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മോഡിഫൈ ടു, ഇത് ഞാൻ പറഞ്ഞു എല്ലാ ഡിസിപ്ലിൻസിലും നമ്മൾ ഈ സെയിം കോമൺ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് മിക്കതും കുറെ കൂടി സിംപിളർ ആണ്. അത് പിന്നെ നമ്മൾ അതിനെ അതിന്റെ മേളില് കേഴ്സർ വെക്കുമ്പോൾ അതിന്റെ മേളില് ഇങ്ങനെ അതിന്റെ ഷോർട്ട് കീ ഇവിടെ കാണാൻ പറ്റും, മൂവ് മൂവ് കമാൻഡ് ഷോർട്ട് കീ ആണ് MV. അതെങ്ങനെ മൂവ് ചെയ്യണേന്നൊക്കെ നീ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഇതുപോലെ കാണിക്കും, ഒരു പ്രിവ്യൂ പോലെ കാണിക്കും. അപ്പം അതിൽ നമുക്ക് റെഫറൻസ് വർക്ക് ചെയ്യാം. പിന്നെ അത് ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരെണ്ണം കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ ഗ്രിഡ് ഓഫ് ചെയ്യണമെങ്കിൽ VG ചെല്ലുക, അനോട്ടേഷൻ കാറ്റഗറി എടുക്കുക, ഗ്രിഡ് എടുക്കുക, ഓഫ് ചെയ്യുക, അപ്ലൈ. ഓക്കെ, പോയി. ഓക്കെ, ഇനി അത് അവിടെ തന്നെ ഉണ്ടാകാൻ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. പിന്നെ ഇനി ഈ കമാൻഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ഫസ്റ്റ് നമുക്ക് അലൈൻ ടൂൾ നോക്കാം. അതായത് ഞാൻ പറഞ്ഞൊരു കമ്പോണന്റ് നമുക്ക് സോറി അലൈൻ വേണ്ട, സ്പ്ലിറ്റ് കമാൻഡ് യൂസ്. ഇപ്പൊ ഒരു വോൾ ഉണ്ട്, VG ചെന്നു, അനോട്ടേഷനിൽ ഗ്രിഡ് ഓഫ് ചെയ്തു, അപ്ലൈ. ഇപ്പൊ ഇത് വോളാണ്, നമ്മൾ നേരത്തെ വരച്ച വോളാണ്. ഇതിലെ മോഡിഫൈയിൽ എനിക്ക് വോളിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ വോളിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് മോഡിഫൈ എടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ആ പെർട്ടിക്കുലർ വോളിന്റെ അത് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഈ വോളിനെ എനിക്ക് കട്ട് ചെയ്തിട്ട് ഇത് മാറ്റണം, ഡിവൈഡ് ചെയ്തിട്ട് ആ മറ്റേ പോർഷൻ എനിക്ക് ഡിലീറ്റ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഒറ്റ യൂണിറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് എലമെന്റ് കൊടുക്കുക. ഇപ്പൊ ഏത് ഡിസ്റ്റൻസിലാണ് കട്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് റെഫറൻസ് ഇവിടെ കാണാൻ പറ്റും, 1.3, 1.4 ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഏത് ഫേസിൽ നിന്നാണ് ഇത് ചെയ്യേണ്ടത് അത് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് പകുതി മതി, 3 മീറ്റർ ആണ് സ്പാൻ, പകുതി 1.5 മീറ്റർ കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ അത് സെലക്ട് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക. ആ ഡിസ്റ്റൻസ് കാണിക്കുമ്പോൾ തന്നെ ഒരു വോളിന്റെ മേളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് എസ്കേപ്പ് അടിച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പൊ അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, അൺഡു ചെയ്യും, സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ ആ പെർട്ടിക്കുലർ പോർഷൻ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് കൊടുത്താൽ അത് പോയി. ഇനി സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പ് ഉണ്ട്. സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇപ്പൊ ഒരു നടക്കുന്ന സ്പേസ്, അതായത് എനിക്ക് ഇവിടെ നടക്കാൻ ഡോറല്ല അല്ലാതെയുള്ള ഓപ്പൺ സ്പേസ്. ഡോർ കൊടുക്കണം നമുക്ക് വേറെ കാണിച്ചു തരാം. ഓപ്പൺ സ്പേസ് കൊടുക്കുന്നത്, അതായത് ഫുൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തപ്പോ നേരത്തെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തതില് അത് കാണാൻ പറ്റില്ല, സോറി. ഇനി സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പ് ഒരു പെർട്ടിക്കുലർ ഇതിൽ നമുക്ക് നടക്കാനുള്ള വഴി ഇവിടെ കൊടുക്കാണ്. ഇവിടെ അടുത്ത റൂമിലേക്ക് നടക്കാനുള്ള വഴി കൊടുക്കാനായിട്ട് ഇവിടെ സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പ് ഉണ്ട്. അത് എത്ര വിഡ്ത്തിലാണ് വഴി പോണേ, ആ ഗ്യാപ്പ് ഇവിടെയാണ് പറയുന്നത്. ഒരു 1 മീറ്റർ ഗ്യാപ്പ് കൊടുക്കണമെങ്കിൽ അത് പറ്റില്ല, ഇത് എങ്ങനെ കൊടുക്കാം. അത് കൊടുക്കണമെങ്കിൽ ഇതാ ആ ഗ്യാപ്പ് ഡിസ്റ്റൻസ് ആണ് ഇത്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ഒരു 0.5 വെച്ചിട്ട് 0.05 വെച്ചിട്ട് അത് ഇൻക്രീസ് ചെയ്യാം. അടുത്ത ഗ്യാപ്പ് 0.5. ഈ ഗ്യാപ്പ് ഡിസ്റ്റൻസ് പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമ്മൾ ഇവിടെ ചെന്നിട്ട് ശരിയാക്കണം, ഇവിടുത്തെ ഡിസ്റ്റൻസ് ശരിയാക്കണം. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഗ്യാപ്പ് ഡിസ്റ്റൻസ് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. അതായത് സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പ് ഒരു 0.8 ആണ് എനിക്ക് അടുത്ത് സ്പ്ലിറ്റ് വേണമെങ്കിൽ ഇത് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ 1.
0.1 ഉണ്ടോ? അതങ്ങനെ ഇത് ആ ഡിസ്റ്റൻസ് ആണ്, ഗ്യാപ്പ് ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് ഡിസ്റ്റൻസ് പറയാം. അപ്പൊ നമുക്ക് 3D ഇവിടെ കാണാൻ പറ്റും. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പം ത്രൂ ഔട്ട് അത് സ്പ്ലിറ്റ് ആയി. അപ്പൊ നടന്നു പോണ വഴിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കത് ആ ഒരു പെർട്ടിക്കുലർ വിട്ട് ഇവിടെ പറഞ്ഞിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്ത് പോയെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് സൈഡിൽ നിന്ന് ഡിസ്റ്റൻസ് ഇപ്പൊ ലോക്ക് ആയതുകൊണ്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പ് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ട്രിം എക്സ്റ്റെൻഡ് ട്രിം. അതായത് ഇത് ഡിലീറ്റ് ആക്കി എനിക്കിത് ഫില്ലറ്റ് ചെയ്യണം. നമുക്ക് ക്യാഡിൽ ഫില്ലറ്റ് ചെയ്യണം. അത് ഇവിടെയാണ്. ആ ഒരു പൊടിക്ക് 2 വോൾസ് സെലക്ട് ചെയ്യുക, ഫില്ലറ്റ് ആയിക്കോളും. ഓക്കെ. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണത്, അതായത് ഇപ്പൊ ഒരു വോൾ ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് ഇതിനെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് എടുക്കുക. ആ ഒരു പൊടി ഏരിയയിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. then എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. അത് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ മൾട്ടിപ്പിൾ ലൈൻസ് വോൾസ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അത് ഫസ്റ്റ് റെഫറൻസ് എങ്ങോട്ടേക്കാണോ ഉള്ളത് വോൾസ് മെയിൻ വോൾ സെലക്ട് ചെയ്തിട്ട് ബാക്കി 3 വോൾസും എത്ര വോൾസ് ആണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ അത് എക്സ്റ്റെൻഡ് ആയിട്ട് പോകും. അപ്പം ഇങ്ങനത്തെ വോളാണ്. ഇതിനെ കോപ്പി എടുക്കുന്നത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കോപ്പി ഓപ്ഷൻ ഉണ്ട്. അതിൽ കൺസ്ട്രെയിൻ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി 90 കറക്റ്റ് ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടും. 90 ഡിഗ്രി ഡിസ്റ്റൻസ്. ഇനി ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രീ ടു മൂവ്, എവിടെ വേണമെങ്കിലും ഓഫ് ചെയ്യാം, മൂവ് ചെയ്യാം. നമ്മൾ ഓർത്ത് ഓൺ ചെയ്യണം, ക്യാഡിൽ ഓർത്ത് ഓൺ ചെയ്യണ പോലെ. ഓക്കെ. അപ്പൊ ഇതിന് ഫില്ലറ്റ് ചെയ്യാനായിട്ട് മോഡിഫൈയില് ഈ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. ഇനി അത് അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ എക്സ്റ്റെൻഡ് വെച്ചിട്ട് ഫസ്റ്റ് മെയിൻ വോൾ സെലക്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ എക്സ്റ്റെൻഡ് ആണ്, അതായത് നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വോൾസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മൾട്ടിപ്പിൾ ഇതെടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. വീണ്ടും അങ്ങനെ എടുക്കേണ്ട ഓരോന്ന്. അപ്പൊ അതാണ് ആ ഒരു കമാൻഡിന്റെ യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഡിലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് കീബോർഡ് ഡിലീറ്റ് ആയി പൊക്കോളും. അല്ലാതെ നമുക്ക് അങ്ങനെ അല്ല, ഇതിലും ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ അത് പോകും. ഓക്കെ. പിന്നെ ഈ ഒരു വോള് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു പെർട്ടിക്കുലർ വോള് അനക്കാതെ ബാക്കി എഡിറ്റ് ചെയ്യാനൊക്കെ അതിനെ പിൻ ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വോള് മാത്രമല്ല എല്ലാം. ഇപ്പോൾ CAD ഡ്രോയിങ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ മേളിൽ വർക്ക് ചെയ്യുമ്പോൾ CAD ഡ്രോയിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ വോൾസ് ഒക്കെ അങ്ങോട്ട് മാറ്റുമ്പോൾ CAD ഡ്രോയിങ് കൂടെ വന്നാൽ നമ്മൾ അതിന്റെ ആ ഒരു പോയിന്റ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ CAD ഡ്രോയിങ് പിൻ ചെയ്ത് വെക്കും. അപ്പൊ അതിന് CAD ഡ്രോയിങ് മാത്രമല്ല 3D എന്ത് എലമെന്റ് നമുക്ക് പിൻ ചെയ്യാം. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പിൻ ഓപ്ഷൻ ഉണ്ട്. അത് പിൻ ചെയ്യുമ്പോൾ അത് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ആക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വാർണിംഗ് കാണിക്കും. പിൻഡ് ഒബ്ജക്റ്റ് കനോട്ട് ബി ഡിലീറ്റഡ് കാണിക്കും. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അൺപിൻ ചെയ്യാം. അതെങ്ങനെയാ? അപ്പൊ അത് പോയി അൺസെലക്ട് ആയി സെലക്ട് ചെയ്തിട്ട് ഇവിടെ അൺപിൻ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് അൺപിൻ ആവും. അതല്ല ഇവിടെയും ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് അൺപിൻ ആവും. എന്നിട്ട് നമുക്ക് ഡിലീറ്റ് ആയ പൊക്കോൾ, ഡിലീറ്റ് ചെയ്താൽ പൊക്കോൾ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് റൊട്ടേറ്റ് മൂവ് ആ കമാൻഡ്. മൂവ് നിങ്ങൾക്ക് അറിയാം, കോപ്പി പോലെ തന്നെ മൂവ്. കോപ്പിയിൽ നമുക്ക് കൺസ്ട്രെയിൻ മൾട്ടിപ്പിൾ കോപ്പീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്തിട്ട് കൺസ്ട്രെയിൻ ഓൺ ചെയ്യുക, മൾട്ടിപ്പിൾ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ഓഫ് ചെയ്താൽ മതി. പിന്നെ മൾട്ടിപ്പിൾ വേണ്ട, ഒരു കോപ്പി മതിയെങ്കിൽ അത് അങ്ങോട്ട് ഇതെടുത്തിട്ട് ഒരു കോപ്പി ജനറേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ. ഇനി മൂവ് എന്ന് പറഞ്ഞാൽ അത് തന്നെ, ഇത് സെലക്ട് ചെയ്യുക, മൂവ് എടുക്കുക, മൂവ് കൺസ്ട്രെയിൻ കറക്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ലൈനിൽ മൂവ് ചെയ്യണമെങ്കിൽ കൺസ്ട്രെയിൻ ഓൺ ചെയ്യുക. നമുക്ക് ഏത് ഹൊറിസോണ്ടൽ ആ വെർട്ടിക്കൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഞാൻ ഈ ബോളിനെ മൂവ് ചെയ്ത് വെച്ചാൽ നമുക്ക് മൂവ് ചെയ്താൽ കോപ്പി ഇല്ലാതെ മൂവ് ആവുമല്ലോ. അത്രേ കോപ്പി മൂവും ഡിഫറൻസ് ഉള്ളൂ, ബാക്കി സെയിം ആണ്. പിന്നെ മിറർ നമുക്കൊരു കമ്പോണന്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഒരു കമ്പോണന്റ് ഇവിടെ കൊണ്ടുവന്നത് ആർക്കിടെക്ചറൽ എന്തെങ്കിലും ഒരു ഫർണിച്ചർ ടേബിൾ കൊണ്ടുവന്ന് ഇവിടെ വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചെയർ കൊണ്ടുവന്ന് വെക്കാം. അപ്പം ഇവിടെ വേറെ ചെയർ ഇവിടെ കാണിക്കാത്തത് കൊണ്ട് ഇവിടെ വേറെ കമ്പോണന്റ് ഇവിടെ ലോഡഡ് ആയിട്ട് വരുന്നില്ല. അപ്പം അത് ചെയ്യേണ്ട ലോഡ് ഫാമിലി എടുക്കാം. ഇതിൽ ഫർണിച്ചർ എടുക്കാം. അതില് സീറ്റിംഗ് ഇങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ചെയർ ഉണ്ട്. അത് ഓക്കെ കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ലോഡ് ആയിട്ടുണ്ട്. ആർക്കിടെക്ചറിൽ കുറച്ച് മൂവ് ചെയ്ത് ആർക്കിടെക്ചറില് കമ്പോണന്റ് ഇപ്പൊ ചെയർ ലോഡ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റിൽ വന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഡെസ്ക് ചെയർ എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ 3D പോയി നോക്കുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒന്നെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യും. ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ എൻ്റർ കൊടുത്താൽ അത് ഫ്ലിപ്പ് ആയിക്കോളും. നമുക്ക് ഏത് ഡയറക്ഷനാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടത് അതിന് എൻ്റർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്ലിപ്പ് ആയി പോയിക്കോളും. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു ഇതിന്റെ മിറർ പിന്നെ ഇവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. റൊട്ടേറ്റ് കമാൻഡ് സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് കമാൻഡ് കൊടുക്കുക, ആംഗിൾ 90 ഡിഗ്രി കൊടുക്കുക, കോപ്പി ഓൺ ചെയ്യുക, സെന്റർ ഓഫ് റൊട്ടേഷൻ ഇതിനെ സെന്റർ ആക്കി. അപ്പൊ ഈ ബോളിന് ചുറ്റും ഈ ടേബിളിന് ചുറ്റും എനിക്ക് ഇതിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. സെന്റർ ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ ഇതിന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഈ ടേബിളിന് ചുറ്റും സെന്റർ ആയിട്ടാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് സെന്റർ ഓഫ് റൊട്ടേഷൻ ഇവിടെ സെന്റർ ഓഫ് റൊട്ടേഷൻ ഇത് കൊടുത്തിട്ട് അതിന് എനിക്ക് ഇതിനെ വെച്ചിട്ട് 90 ഡിഗ്രി എടുക്കാം. കോപ്പി ക്രിയേറ്റ് ചെയ്യാം. കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം. കോപ്പി ഓൺ ചെയ്യുക, അല്ലെങ്കിൽ പഴയത് പോകും. സെന്റർ ഓഫ് റൊട്ടേഷൻ മാറ്റാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത് വന്നു. അങ്ങനെ തന്നെ ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇത് അലൈൻ ചെയ്യാം. അലൈൻ ചെയ്യണമെങ്കിൽ ഈ കസേര കുറച്ചും കൂടെ നീക്കാം. സോ ഫ്ലിപ്പ് ചെയ്യാം. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് നീക്കാം. കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ അലൈൻ ചെയ്യാനായിട്ട് മോഡിഫൈയിൽ അലൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ റെഫറൻസിൽ സ്ട്രെയിറ്റ് അലൈൻ ചെയ്യാം. ഇതിന്റെ സെന്ററും ഇതിന്റെ സെന്ററും സെയിം ആക്കി വെക്കുക. അതാണ് അലൈൻ കൊടുക്കുന്നത്. പിന്നെ ഇത് റൊട്ടേറ്റ് 90 കോപ്പി സെന്റർ ഓഫ് റൊട്ടേഷൻ ഇത് കൊടുത്തു. ഇയാള് എടുത്ത് 90 ഡിഗ്രി ഇവിടെ റൊട്ടേറ്റ് ചെയ്യും. അതൊക്കെ അത് ആ ഡിസ്റ്റൻസ് കറക്റ്റ് വന്നത് ഈ സെയിം ഡിസ്റ്റൻസിലാണ്. അപ്പൊ ഇതിനെ എനിക്ക് അലൈൻ ചെയ്യാനായിട്ട് മൂവ് ചെയ്യാം. നമുക്ക് വർക്ക് ചെയ്യുന്ന പോലെ ഇഷ്ടമുള്ള രീതിയിൽ അത് കൊടുക്കാം. ഇത് സ്ട്രെയിറ്റ് അലൈൻഡ് ആവാനായിട്ട് ഈ അലൈൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സെന്റർ ആയിട്ട് അലൈൻ ചെയ്യാം. ഇതിന്റെ സെന്റർ എടുത്തു. ഇത് ഫസ്റ്റ് റെഫറൻസ് എടുക്കുക, എന്നിട്ട് മൂവ് ചെയ്യേണ്ടത് മാറ്റും, ശരിയാക്കാം. ഓക്കെ, ഇത് കുറച്ച് മൂവ് ചെയ്ത് അങ്ങനെ നമുക്ക് എടുക്കാം. ഇനി ഇതിന്റെ ഒരു നമുക്ക് 3D എങ്ങനെ ഇരിക്കും നോക്കാം. വോൾ ഹൈറ്റ് കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ വരും. ഇതിന് മിറർ വേണം. ഇതിന് ഇപ്പുറത്ത് വേണമെങ്കിൽ പെർട്ടിക്കുലർ ഇത് എടുക്കുക, ഫുൾ സെലക്ട് ചെയ്യുക. ഇതിന് ഫുൾ മിറർ ഇമേജ് ആണ് എനിക്ക് ഇപ്പുറത്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മിറർ ഡ്രോ ആക്സസ് ഉണ്ട്, പിക്ക് ആക്സസ് ഉണ്ട്. ഡ്രോ ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സസ് നമുക്ക് ആ ഒരു ഇഷ്ടമുള്ള ഇതിൽ വരച്ചു കൊടുക്കാം.
പിക്കാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഫറൻസ് ഉണ്ട്. ഈ ഒരു വാളിന്റെ സെന്റർ ലൈൻ നമുക്ക് കിട്ടും പിക്കാക്സസ് കൊടുത്താൽ. അപ്പൊ എനിക്ക് ഈ ഡിസ്റ്റൻസ് തന്നെ എനിക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അത് എടുക്കാനായിട്ട് ഫുൾ സെലക്ട് ചെയ്തിട്ട് പിക്കാക്സസ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും വാളിന്റെ സെന്റർ ലൈൻ. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. ആ കറക്റ്റ് ഇതിൽ എക്സാക്ട് കോപ്പിയിൽ ആ ഡിസ്റ്റൻസിൽ ഇത് വരും. അപ്പൊ അതാണ് അതിന്റെ യൂസ്. ഓക്കെ, പിന്നെ അറേ ഓപ്ഷൻ ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. അറേ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇതിന് എനിക്ക് ലീനിയർലി അറേ ചെയ്യണമെങ്കിൽ ഈ ഒരു വോള് ലീനിയർലി ഇങ്ങനെ നേരെ നേരെ കുറെ കസേര ഇടണം. അപ്പൊ അതായത് അല്ല, ഇവിടെ നിന്ന് നേരെ നേരെ ഇങ്ങനെ കസേര ഇടണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് അറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ 2 ടൈപ്പ് ഓഫ് അറേ ഉണ്ട്. ലീനിയർ അറേ ഉണ്ട്, റൊട്ടേഷണൽ അറേ ഉണ്ട്. ഓക്കെ, ഒരു ഗ്രൂപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് അതിനെ വീണ്ടും എഡിറ്റ് ചെയ്യാം. നമ്പർ സ്പേസിങ്ങും എല്ലാം നമുക്ക് പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാം വൺസ് അറേ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ലീനിയർ അറേ ആണ് എടുക്കുന്നത്. അപ്പൊ ലീനിയർ അറേ എടുത്തു. എനിക്ക് നേരെയാണ് എടുത്തത്, അതുകൊണ്ട് ലീനിയർ അറേ എടുത്തു. എത്ര നമ്പർ ഓഫ് സ്റ്റെയർസ് വേണം? 5 നമ്പർ ഓഫ് സ്റ്റെയർസ് വേണം. അപ്പൊ മൂവ് ടു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിന്റെ ഡിസ്റ്റൻസ് നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പൊ 0.8. ആ 0.8ലായിരിക്കും അടുത്ത 4 ഇതിൽ വേണ്ട. അപ്പൊ ആ ചെയറിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇനിയിപ്പം ആ ഡിസ്റ്റൻസിൽ എല്ലാം യൂണിഫോം ആയിട്ട് വന്നു. നമ്മൾ ഫസ്റ്റ് സെക്കൻഡിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് ഇപ്പൊ സപ്പോസ് ഇപ്പോൾ ഈ ഒരു ഇവിടെ ഇത്രയും വരെ ഉള്ളൂ റൂം എന്ന് വിചാരിക്കാം. എനിക്ക് ഇവിടം വരെ ചെയർ ഇടണം, പക്ഷെ എത്ര ചെയർ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ലീനിയർ അറേയിൽ തന്നെ നമ്പർ അറിയില്ല, മൂവ് ടു ലാസ്റ്റ് ചെയറിന്റെ പൊസിഷൻ കാണിച്ചു കൊടുക്കുക. എനിക്ക് ഇവിടം വരെ മതി. വേണമെങ്കിൽ നമുക്കിവിടെ എന്നിട്ട് അത് ലാസ്റ്റ് ചെയർ വന്നു. ഇനി ഇന്റർമീഡിയറ്റ് എനിക്ക് ചെയർ എത്ര ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ 3 കൊടുത്തു. എൻ്റർ കൊടുക്കുമ്പോൾ 3 ചെയർ വന്നാൽ ഇങ്ങനെ ഇത്രയും വരും. അല്ല 4 കൊടുത്തു നോക്കാം, 4 ഇരിക്കാൻ നോക്കാം. 4 ഇരിക്കും. ഈ ഡിസ്റ്റൻസ് ഓക്കെയാണ്. 5 കൊടുക്കാൻ പറ്റില്ല, ഫസ്റ്റും ലാസ്റ്റും ആണ് ഇത്. ഫസ്റ്റ് ചെയർ ലാസ്റ്റ് ചെയർ അതൊക്കെയാണ്. ഇത് ഒരു ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്പർ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്യണത് ഏതെങ്കിലും ഒരു ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാഡിൽ ബ്ലോക്ക് കമാൻഡ് പോലെ അൺബ്ലോക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ അൺഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ അൺഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചെയർ ഓരോന്ന് മാറ്റി വേണ്ടെങ്കിൽ ഒരെണ്ണം ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കാം, അങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ, ഇതാണ് ലീനിയർ അറേ. റേഡിയൽ അറേ ഉണ്ട്. അതായത് ഒരു സർക്കുലർ ടേബിൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ റേഡിയലി നമുക്ക് ആ ചെയർ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് റേഡിയൽ അറേ ചൂസ് ചെയ്യാം. അപ്പൊ സർക്കുലർ ടേബിൾ ഞാൻ ഫസ്റ്റ് ലോഡ് ചെയ്യാണ്. ഒരു സർക്കുലർ ടേബിൾ ഇവിടെ വെച്ചു. എന്നിട്ട് ഒരു ചെയർ എടുത്ത് ഇങ്ങോട്ട് നോക്കാം. കമ്പോണന്റ് പ്ലേസ് കമ്പോണന്റ്. ഫേർണിച്ചേഴ്സ് എല്ലാം കമ്പോണന്റ് പ്ലേസ് കമ്പോണന്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ചെയർ എടുത്തു, നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. അവിടെ ഒരു ചെയർ വെച്ചു. ഇത് ഇങ്ങോട്ട് ചുറ്റും അറേ ചെയ്യാണ്ട് സെലക്ട് ചെയ്യുക. അറേ കമാൻഡ് വീണ്ടും കൊടുക്കുക. അതിൽ ലീനിയർ അറേ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് അവിടെ ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. നേരത്തെ യൂസ് ചെയ്തതുകൊണ്ട് റേഡിയൽ അറേ ആക്ടിവേറ്റ് ചെയ്യുക. അതിൽ എത്ര നമ്പർ ഓഫ് ചെയർസ് ഇടണം? എനിക്ക് ഒരു 4 ഇടാം. പിന്നെ എത്ര ആംഗിളിൽ? 90 ഡിഗ്രിയിൽ സെന്റർ ഓഫ് റൊട്ടേഷൻ. എനിക്ക് ഇപ്പൊ ഞാൻ അറേ ചെയ്താൽ ഈ ചെയറിനായിരിക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. എനിക്ക് ഇതിനല്ല, ഈ ടേബിൾ കറസ്പോണ്ടിങ് ടേബിളിന്റെ സെന്റർ വെച്ചിട്ടാണ് എനിക്ക് അറേ ചെയ്യണമെങ്കിൽ സെന്റർ ഓഫ് റൊട്ടേഷൻ മാറ്റി കൊടുക്കുക. പ്ലേസ് അത് ഓൺ ചെയ്യുമ്പം ഇതിലേക്ക് വരും. എന്നിട്ട് ലാസ്റ്റ് ചെയർ ആണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ചെയർ വേണമെങ്കിൽ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. സെക്കൻഡ് കൊടുത്താൽ ഇതെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ അത് 4 ചെയർ വന്നു. ഓക്കെ, എനിക്ക് ഇപ്പൊ എത്ര ചെയർ കൊള്ളും നോക്കാം. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് നമ്പർ ഇവിടെ മാറ്റി കൊടുക്കുക. ഈ നമ്പറിനോട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്പേഴ്സ് ഇവിടെ മാറ്റി. 5 എണ്ണം പറ്റില്ല. അപ്പൊ ഇതാണ് ഐഡിയൽ ആയിട്ടുള്ളത്. പിന്നെ ഈ ഡയമീറ്റർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയർസ് ആഡ് ചെയ്യാം. ടേബിളിൽ
ഡയമീറ്റർ കിട്ടുന്നത് അതിന്റെ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് കൺഫ്യൂഷൻ എഡിറ്റ് ചെയ്യണ ഒരു കമ്പോണന്റ് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യാം. പിന്നെ എഡിറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇത് ഗ്രൂപ്പിൽ നിൽക്കുന്ന എഡിറ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ട് എനിക്ക് ഏത് ചെയർ എന്താണ് ഡിലീറ്റ് ആക്കേണ്ടത്, ആഡ് ഓർ റിമൂവ്. വീണ്ടും ഒരു ചെയർ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, റിമൂവ് എനിക്ക് ഈ ചെയർ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഓപ്ഷൻ കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. അത് ലോക്കായിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്കെന്നാ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്താലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്ന് അടുത്ത പോർഷനിൽ?